ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ ഞങ്ങളുടെ ആൻവേർപ്പ് വീടും പിന്നെ അവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമാണ് കാണിക്കുന്നത് കേട്ടോ. ബെൽജിയത്തിലെ ആൻവേർപ്പനിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഒരു 3 വർഷത്തേക്ക് ഇവിടെ ഹസ്ബൻഡ് ഒരു അസൈൻമെൻ്റ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ വീട്. ഏകദേശം എല്ലാ 2 ബെഡ്റൂം അല്ലെങ്കിൽ 3 ബെഡ്റൂം വീടിനും എല്ലാം ഈ ഒരു മോഡലായിരിക്കും. ഒരു ബിഗ് ഗ്ലാസും പോലത്തെ ഒരു ജനലും, പിന്നെ അതുപോലെ ഒരു ഹീറ്റർ താഴെയുണ്ട്, പിന്നെ ഒരു ഹോള്, പിന്നെ ഒരു ചെറിയ അടുക്കള. പിന്നെ ഈ കാണുന്നതാണ് നമുക്ക് നമ്മുടെ കോട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കബോർഡ് പോലെ. പിന്നെ നമ്മുടെ ഒരു ചെറിയ അടുക്കള, അതിൻ്റെ ബാക്കിൽ ഒരു നമുക്ക് വർക്ക് ഏരിയ പോലെ, പിന്നെ ജസ്റ്റ് ഒരു പിന്നെ ബാത്റൂമും അതുപോലെ തന്നെ കുളിക്കുന്ന റൂമും സെപ്പറേറ്റ്, പിന്നെ ഒരു ബിഗ് ബെഡ്റൂം, പിന്നെ ഒരു സ്മോൾ ബെഡ്റൂം. ഏകദേശം 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിനെല്ലാം ഇതേപോലെ തന്നെയാണ് മോഡൽ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ 3rd ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. തെർലിൻഡൻ എന്ന് കണ്ടല്ലോ, ഇത് 1957 ഈ ബിൽഡിംഗ് നിർമ്മിച്ചത്. അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോഴും ഈ ബിൽഡിംഗ് എല്ലാം ഒരു കേടും കൂടാതെ ഇപ്പോഴും ഈ അപ്പാർട്ട്മെൻ്റ് എല്ലാം നല്ലതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് സ്റ്റാറ്റ്സ് പാർക്ക് എന്ന് പറയുന്ന പാർക്ക്. മുനിസിപ്പാലിറ്റി പാർക്കാണ് ഇവിടെ, ബിഗ് പാർക്കാണ്. സോ നല്ല വെയിലുള്ള ദിവസമൊക്കെ ആണെങ്കിൽ കുറേ പേര് ഇതിലേക്കൂടെ ജോഗിങ്ങും ഒക്കെ നടത്താറുണ്ട്. അപ്പം നമുക്ക് ഈ പാർക്കിൽ കുറച്ച് അടുത്തായതുകൊണ്ട് ഈസിയാണ്, നമുക്ക് എന്തെങ്കിലും കളിക്കാൻ പോകണമെങ്കിലും മോനൊക്കെ ഈസിയാണ്. ഇവിടെ പാർക്ക് അടുത്തുള്ളതുകൊണ്ട്. ഈ പാർക്കിന് ചുറ്റുമാണ് കുറേ അപ്പാർട്ട്മെൻറ്റ്. ആ പാർക്ക് പക്ഷേ ആ സ്ഥലമൊന്നും അവരൊന്നും ചെയ്യത്തില്ല. കളിക്കാനും ഇരിക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെയാണ് അത് ഉപയോഗിക്കാറ്. സമ്മറിലാണ് ആ പാർക്ക് കൂടുതലും ആക്റ്റീവ്. അതിന് ചുറ്റും കുറേ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ ദൂരെ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ നാഷണൽ ബാങ്ക്. നമ്മുടെ നാട്ടിലെ RBI പോലത്തെ ഇവിടുത്തെ ബാങ്ക്. ഞങ്ങൾ ആ നാഷണൽ ബാങ്കിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. പിന്നെ ഇപ്പോൾ അവിടെ ഒരു ട്രാം സ്റ്റേഷനുണ്ട്. നാഷണൽ ബാങ്ക് എന്ന് തന്നെയാണ് ആ സ്റ്റേഷൻ്റെ പേര്. കണ്ടില്ലേ, നേരെ നാഷണൽ ബാങ്കാണ് കാണുന്നത്. അപ്പം ഈ നാഷണൽ ബാങ്കാണ് ഞങ്ങളുടെ അടുത്തുള്ള ട്രാം സ്റ്റേഷൻ. ഇന്ന് സാറ്റർഡേ ആണ്, നല്ല വെയിലും ഉണ്ട്. അതുകൊണ്ട് ഈ സിറ്റി നല്ല ആക്റ്റീവാണ് ഇന്ന്. അപ്പം ഇന്ന് അവിടെ സാറ്റർഡേ സൺഡേ മാർക്കറ്റുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ഈ ചന്ത കൺസെപ്റ്റ് പോലെ കുറേ ഫാമിൽ നിന്നൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ എഗ്ഗ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവർ കൊണ്ടുവന്ന് വിൽക്കും. അത് ഞാൻ കാണിക്കാവേ. അതായത് ഒരു ട്രാമാണ് ഇവിടുത്തെ പോകുന്നത്. അങ്ങനെ ആ റൂട്ടിൽ പല ട്രാമുണ്ട്, പല റൂട്ടിലോട്ട് പോകുന്നത്. ഉൾപ്രദേശത്തൊക്കെ ആണെങ്കിൽ ബസ് സർവീസാണ് കൂടുതലും. അങ്ങനെ അതാണ് മാർക്കറ്റ്. പല സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സും, പിന്നെ ഈ നെതർലൻഡ്സുകാർ കൂടുതലും ഡച്ച് പീപ്പിൾ കൂടുതലും ചീസിൻ്റെ വെറൈറ്റി അവർ കഴിക്കുകയും ചെയ്യും, അവർ ഉപയോഗിക്കുകയും ചെയ്യും. വെറൈറ്റി ഓഫ് ചീസ് കാണുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ്. അങ്ങനെ പലതരത്തിലുള്ള ഡ്രസ്സ്, കൂടുതലും മൊറോക്കോ, ടർക്കി ആ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന പലതരത്തിലുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇതെല്ലാം ഇവർ കൊണ്ടുവന്ന് വില പേശി വിൽക്കും. നല്ല രസമാണ് ഇത് കാണാൻ. അതുകൊണ്ട് അതൊക്കെ ഒരു വണ്ടിയിലാണ് ഇതെല്ലാം കൊണ്ടുവന്ന് ഇവർ വിൽക്കുന്നത്. ലാസ്റ്റ് പോകുമ്പോൾ ഇതെല്ലാം അവർ ക്ലീനാക്കി പോവും, ഈ വണ്ടിയായിട്ടങ്ങ് പോകും. അങ്ങനെ കുറേ ഫ്ലവേഴ്സും ഉണ്ട്. ഇവർ നല്ല ഫ്ലവേഴ്സ് ലവേഴ്സാണ്. നല്ല ബൊക്കകൾ. അപ്പം ഇവർ എന്തെങ്കിലും ഒരു വീട്ടിൽ ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ വിസിറ്റ് പോകുമ്പം അവർ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ബൊക്ക പോലത്തെ ഫ്ലവേഴ്സും ആയിരിക്കും. നല്ല ഫ്ലവേഴ്സൊക്കെ അവർ ചെടികളും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ ഫിഷും എഗ്ഗും ഇതെല്ലാം ഫാമിലൊക്കെ കൾട്ടിവേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. അതുകൊണ്ട് പുറത്ത് നമ്മൾ മേടിക്കുന്നതിനേക്കാളും കുറച്ച് റേറ്റ് ഇവിടെ കൂടുതലാണ്. പക്ഷെ നമുക്ക് ഫ്രഷ് സാധനം കിട്ടും. അതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റോളിൽ നമുക്ക് ചെറിയ ചെറുകടികൾ കഴിക്കാനും, അതുപോലെ ഗ്ലാസ്സുകളും, കണ്ണാടി പോലത്തെ ഗ്ലാസ്സുകളും, പിന്നെ അതുപോലെ തന്നെ കുറേ നല്ല ബാഗുകളും, ലെതർ ബാഗുകളും, പിന്നെ കുറച്ച് ഡ്രസ്സുകളും. നമ്മുടെ ഈ മാർക്കറ്റ് സാറ്റർഡേയും സൺഡേ ആണ്. മോർണിംഗ് ഒരു 8-9 o'clock തൊട്ട്. സമ്മർ സീസണാണെങ്കിൽ കുറച്ചുകൂടെ ആക്റ്റീവായിരിക്കും. അപ്പോൾ സമ്മർ സീസണാണെങ്കിൽ ഈ മാർക്കറ്റ് ഏകദേശം ഒരു 4 o'clock 5 o'clock വരെ കാണും. കാരണം നല്ല വെയിലായതുകൊണ്ട് എല്ലാവരും സാധനങ്ങൾ മേടിക്കാനും കൊച്ചു ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇവിടെ എപ്പോഴും വരും.
പക്ഷേ വിൻ്റർ ആണെങ്കിൽ ഇവിടെ ഒരു 8-9 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും തട്ടിമുട്ടി ഇത് മാർക്കറ്റ് തീരും. ഒരു 1-2 o'clock ആകുമ്പോഴത്തേക്കും തീരും. കാരണം തണുപ്പത്ത് അവർക്കിങ്ങനെ പുറത്ത് അധികം നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഒരു വാൻ പോലത്തെ വണ്ടിയിലാണ് ഇതെല്ലാം ഇങ്ങനെ സ്റ്റോൾ. അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഇതെടുത്ത് നിരത്തും. എന്നിട്ട് ഇവർ തന്നെ ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് പോവും. പിന്നെ നമ്മൾ വൈകിട്ട് വന്ന് നോക്കുമ്പം ഈ ഒരു പ്ലേസിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് നടന്നെന്ന് പോലും നമുക്ക് അതിശയിച്ച് പോകും. അങ്ങനെയൊന്നും നമുക്ക് തോന്നത്തേയില്ല. കാരണം അത്ര ക്ലീൻ ആക്കിയിട്ട് അവർ പോകുന്നു. ഒരു തരി വേസ്റ്റ് പോലും അവിടെ കാണത്തില്ല. എന്താ അല്ലേ. അങ്ങനെ ഞങ്ങൾ ആ മാർക്കറ്റ് കുറച്ചുണ്ട്, പല പല സ്റ്റോളുകൾ, പല പല സെക്ഷനായിട്ടാണിത്. അതുപോലെ ഇവരിങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ 10 രൂപയ്ക്ക് 2 അങ്ങനെ ലേലം വിളി പോലെ ഉണ്ട്. ചിലപ്പം ആ സെയിം സാധനം ഒരേ കടകളിൽ വിൽക്കുമ്പം മറ്റവർ കുറച്ചും കൂടെ കുറച്ച് വിലയിൽ ഇങ്ങനെ വിളിക്കും. അങ്ങനെ ചീസിൻ്റെ വെറൈറ്റി നല്ലതായിട്ടുണ്ട് കേട്ടോ. പലതരത്തിലുള്ള ചീസുകൾ, അതുപോലെ നല്ല ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്കിവിടെ കിട്ടും. നമുക്കത് കഴുകുപോലും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. അത്രയ്ക്ക് ഫ്രഷാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാത്തിനും നല്ല മധുരമുണ്ട്. പ്രത്യേകിച്ച് ഓറഞ്ചും മുന്തിരിങ്ങയും ഒക്കെ, മാങ്ങയും ഒക്കെ. അങ്ങനെ ഞങ്ങളിത് ഓരോന്നിങ്ങനെ കണ്ടു പോകാമായിരുന്നു. ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓരോന്നിങ്ങനെ എല്ലാം മേടിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് നല്ലത് കിട്ടുന്ന, കുറച്ചുകൂടി ലാഭത്തിൽ കിട്ടുന്ന ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ഈ മാർക്കറ്റിൽ വന്ന് എന്തെങ്കിലും ചെറിയ രീതിയിൽ ചൂടോടെ എന്തെങ്കിലും കഴിക്കുക, അങ്ങനെ മാത്രമേ ഞങ്ങൾ മാക്സിമം നോക്കാറുള്ളൂ. പിന്നെ പെരി ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ പോയാൽ നമുക്ക് കുറച്ചും കൂടെ ലാഭത്തിൽ ഈ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഫ്രഷ് കിട്ടും. ഇവിടെ കുറച്ചും കൂടെ റേറ്റാണ്, കാരണം അവർ അവിടുന്ന് ഫാമിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വന്ന് വിൽക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പം അങ്ങനെ, മറ്റേത് ആദ്യം വന്ന സമയത്ത് കുറേ സാധനം മേടിക്കുമായിരുന്നു. പിന്നെ ഇപ്പം ആ പെരി ഫ്രൂട്ടിൽ പോയാണ് ഞങ്ങൾ സാറ്റർഡേ മേടിക്കാറ്. പിന്നെ ചൂടോടെ ചെറിയ ഓരോ രാജ്യത്തെ പല ഈ മൊറോക്കോ, ടർക്കി പോലത്തെ സ്ഥലത്തെ ചെറുകടികൾ കിട്ടും, സ്നാക്സ്. അത് കഴിക്കാൻ നല്ല രസമാണ്. അത് ഞങ്ങൾ ചിലയ്ക്ക് വന്ന് ഇവിടെ കഴിക്കാറുണ്ട്. സമ്മറാണെങ്കിൽ മാർക്കറ്റ് നല്ല വൈബ്, നല്ല ആക്റ്റീവാണ്. ആൾക്കാരിങ്ങനെ വെറുതെ ഇടയ്ക്ക് കസേര ഇട്ടിട്ടുണ്ട് കഴിക്കുന്നിടത്ത്. അവിടെ വന്നിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും വൈകുന്നേരം വരെ. ഇത് തന്നെ. ഇതാണ് ഞങ്ങൾ മേയർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക കേട്ടോ. അവിടെയാണ് ഈ മാക്സിമം എല്ലാ ബ്രാൻഡ് കടകളുടെയൊക്കെ ഷോപ്പുള്ളത്. അപ്പോൾ ആ പോകുന്ന വഴിയാണിത്. ഈ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഈ വഴി പോകണം. അതിന് ഓപ്പോസിറ്റ് കാണുന്ന ഒരു സ്കൂളാണ്, ഒരു ഹൈസ്കൂൾ. അത് ആ കാണുന്ന കണ്ടില്ലേ, അത് അവിടെ നമുക്ക് ഗ്ലാസ് കളയാൻ പറ്റുന്ന വേസ്റ്റ് ഗാർബേജാണ് അവിടെ. അപ്പം ഈ പൊട്ടിയ ഗ്ലാസ്, അല്ലാത്ത ഗ്ലാസ്സിന് സെപ്പറേറ്റ് ആയിട്ട് അവിടെ കളയാം. ഗ്ലാസ് നമ്മുടെ വേസ്റ്റ് വന്ന് എടുക്കത്തില്ല, അവിടെയാണ് നമ്മൾ കളയേണ്ടത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട് ഗ്ലാസ് കളയാൻ പറ്റുന്ന ഈ ഗാർബേജുകൾ പ്ലേസ്. അങ്ങനെ ഞങ്ങൾ അതിലേക്ക് കൂടെ നടന്നു. നല്ല വെയിലായതുകൊണ്ട് സിറ്റിയിലൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു പോകുന്ന വഴിക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്നു. ഒരു മാള് പോലത്തെ, നമ്മുടെ നാട്ടിലെ മാള് പോലത്തെ ഒരു ചെറിയ ഒരു സ്റ്റാർട്സ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടെ നമുക്ക് ആ മേയർ സ്ട്രീറ്റ് കയറാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകമായത്. ഇവിടെ അതിൻ്റെ അകത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ട്. നമ്മുടെ ആക്ഷൻ, ഡിലൈസ് പോലത്തെ കടകളും, പിന്നെ കുറച്ചല്ലാതെ ഫ്ലൈയിങ് ടൈഗർ, കുറച്ച് ബ്രാൻഡഡ് ഷോപ്സും ഉണ്ട്. ഇവിടെയുള്ള ഒരു ഷോപ്പാണ് നമ്മുടെ ഒരു ഏഷ്യൻ ഷോപ്പുണ്ട്, ഓറിയൻ്റൽ. അവിടെ നമുക്ക് ഏകദേശം ചൈനീസ് കടയാണ്, എന്നിരുന്നാലും നമ്മുടെ ഏഷ്യൻ സാധനങ്ങളും ഒക്കെ കിട്ടും അവിടെ. നമ്മുടെ വാഴയില ഒക്കെ അവിടെ കിട്ടും. ഇതാണ് ആ ഷോപ്പ്, ഓറിയൻ്റൽ എന്ന് പറഞ്ഞ ഷോപ്പ്. നല്ല വെറൈറ്റീസ് ഓഫ് നൂഡിൽസ് ഇവിടെ കിട്ടും. ചൈനീസ് കടയായതുകൊണ്ട് തന്നെ വെറൈറ്റി ഓഫ് നൂഡിൽസ് ഇവിടെ കിട്ടും. അത്യാവശ്യം ഏഷ്യൻ സാധനങ്ങളെല്ലാം, നമ്മുടെ പുട്ടുപൊടി, ഗോതമ്പൊടി, അങ്ങനെ അരി എല്ലാം ഏകദേശം ഇവിടെ കിട്ടാറുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒന്നൊക്കെ വന്ന് ഇവിടുന്ന് വേണ്ട സാധനങ്ങൾ മേടിച്ച് പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഒരു മാള് പോലത്തെ സ്ഥലമാട്ടോ. ഇവിടെ ചെറിയ ഷോപ്പുകളുണ്ട്, നല്ല ഭംഗിയാണ്. ഇത് ഓരോ ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് തീം പോലെ അവരിത് അലങ്കരിക്കും. വാലൻറ്റൈൻസ് ഡേ ആകുമ്പോൾ അതുപോലെ അലങ്കരിക്കും. അങ്ങനെ ഹാലോവിൻ ഡേ ആകുമ്പോൾ അതുപോലെ അലങ്കരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും നടക്കാത്തതുകൊണ്ടൊന്നും അവരങ്ങനെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ ആ തീമിൽ എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെ ഞങ്ങളതെല്ലാം നോക്കി നടന്നു. അങ്ങനെ കുറച്ച് പോയപ്പം ഇങ്ങനൊരു കേക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ. അത് ഇത് ഹോം മെയ്ഡ് കപ്പ് കേക്ക്സ് ആണ്. വെറൈറ്റി ഓഫ് കപ്പ് കേക്ക്സ് ഉണ്ട്. അത് ഇടയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരെണ്ണം മേടിക്കാറുണ്ട്. അതിപ്പോൾ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു. പലതരത്തിലുള്ള ടേസ്റ്റിലുണ്ട്. എനിക്കൊന്നും പേര് പറയാൻ അറിയത്തില്ല.
ഇത് ഫ്രാൻസിലെ ഒരു ഫേമസ് ബിസ്ക്കറ്റാണ്, അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒരു ബിസ്ക്കറ്റും പിന്നെ ഒരു കേക്കും ഞങ്ങൾ വാങ്ങിച്ചു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയത് ഇനോ എന്ന് പറയുന്നൊരു ഷോപ്പിലേക്കാട്ടോ. അവിടെ ഇപ്പം സമ്മർ സെയിൽ നടക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. കുറച്ച് ബ്രാൻഡഡ് സാധനങ്ങൾ നമുക്ക് കുറച്ച് ഈ സെയിലുള്ളപ്പം, അതായത് ഇപ്പോൾ സമ്മർ സെയിൽ ജൂലൈ ഓഗസ്റ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ വരുന്ന നവംബർ സമയത്തും ഈ കുറച്ച് റേറ്റ് കുറച്ച് കിട്ടും. എല്ലാ സമയത്തും നല്ല റേറ്റാണ്. അത് നമുക്ക് നല്ല ബാഗും അതുപോലെ നമുക്ക് എന്തെങ്കിലും ജ്വല്ലറി ഐറ്റംസോ ഒക്കെ ഇവിടുന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം സമ്മർ സെയിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കട ഫുള്ളൊന്ന് അങ്ങനെ എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് ജസ്റ്റ് കണ്ടു. നമ്മൾ ആദ്യം എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടാണ് പിന്നെ നമ്മൾ മേടിക്കുന്നത്. നമുക്ക് അത് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ 2-3 കടയിലൂടെ പോവും, എങ്ങനെയുണ്ട് ബാക്കി കടയിലും എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ. എന്നിട്ടാണ് നമ്മളിവിടെ കാര്യം സെലക്ട് ചെയ്യാറ്. പിന്നെ ഈ ഒരു മേയർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ. C&A, H&M അങ്ങനെ ഒരുവിധം ബ്രാൻഡ് ഷോപ്പെല്ലാം ഇങ്ങനെയുണ്ട്. ഈ ഒരു സ്ട്രീറ്റിലുണ്ട്. എല്ലാ സിറ്റിയിലും ഇതേപോലൊരു സ്ട്രീറ്റ് കാണും. അവിടെ ഇതുപോലെ എല്ലാ ഷോപ്പും കാണും. ഇത് ഞങ്ങൾ C&A എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് വന്നു. അവിടെ കുറച്ച് സമ്മർ ഡ്രസ്സ് മേടിക്കണമായിരുന്നു. അപ്പം അവിടെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി, നമ്മുടെ ട്രെൻഡ്സ് പോലും മാക്സ് പോലെയൊക്കെയുള്ള അത്യാവശ്യം ക്വാളിറ്റി ഡ്രസ്സ് റേറ്റ് ഉണ്ട്. എന്നാലും നമുക്ക് അഫോർഡബിളായ റേറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഇന്ത്യൻ സ്റ്റൈലും വെസ്റ്റേൺ സ്റ്റൈലും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം ഇവിടെ ഇടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അവിടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. എന്നാൽ ഞാൻ 2-3 ഷോപ്പും കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ ആക്ഷൻ എന്ന് പറഞ്ഞ ഷോപ്പ് കേട്ടോ. ഇതൊരു ചൈനീസ് ഷോപ്പാണ്. നമുക്ക് അൽത്തുപുലത്തെ എല്ലാ പേപ്പേഴ്സ് മുതൽ അങ്ങനെയുള്ള എല്ലാ സ്റ്റേഷനറി ഐറ്റംസിൻ്റെ എല്ലാ കളക്ഷൻസും ഇവിടെ കിട്ടും. നല്ല തിരക്കാണ് ഈ കടയിൽ എപ്പോഴും. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വൈബ്രേ എന്ന് പറഞ്ഞ ഷോപ്പ് തുടങ്ങി. എന്നാലും ഈ ആക്ഷൻ്റെ തിരക്കിന് ഒരു കുറവും ഇല്ല കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്ന പ്രൈമാർക്ക് എന്ന് പറഞ്ഞ ഷോപ്പാണിത്. ഞാൻ നേരത്തെ മേയർ സ്ട്രീറ്റിൽ കുറേ ബ്രാൻഡഡ് ഷോപ്പ് കാണിച്ചല്ലോ. അതുപോലെ ബ്രാൻഡഡ് അല്ല, എന്നാലും ഇവിടെ അത്യാവശ്യം വീട്ടിൽ ഇടുന്ന വസ്ത്രങ്ങളും അങ്ങനെ കുറച്ച് നമ്മുടെ ബ്യൂട്ടി ഐറ്റംസും ഒക്കെ അഫോർഡബിൾ, ഭയങ്കര മറ്റ് ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിൽ നമുക്കിവിടെ കിട്ടും. പിന്നെ ഇതൊരു സമ്മർ വൈബാണ്. അതായത് ഇതൊരു ഒരു പൂള് പോലെ, ഫൗണ്ടൻ പോലെ ഒരു സ്ഥലമാണ്. വിൻ്ററിൽ ഇതിൽ വാട്ടറൊക്കെ ഓഫാക്കിയിടും. പക്ഷെ സമ്മർ ആകുമ്പം ഇതിൽ നിറച്ച് വെള്ളം ഇത് മുനിസിപ്പാലിറ്റി ആയിട്ട് തന്നെ തുറന്നു വിടും. അപ്പോൾ കുട്ടികൾക്ക് അവിടെ ഇങ്ങനെ ജസ്റ്റ് നടക്കാനും, സ്വിമ്മിംഗ് പൂളല്ല, നടക്കാനും അല്ലാതെ ഇങ്ങനെ കാല് കഴുകാനും അങ്ങനെ കുട്ടികൾ കളിക്കാൻ വേണ്ടി സമ്മറിൽ ഇതിൻ്റെ മുനിസിപ്പാലിറ്റി ആയിട്ട് തന്നെ ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് അറിയോ എന്തുവാന്ന്? നമ്മൾ ആദ്യം കണ്ടില്ലേ മാർക്കറ്റ്, ആ മാർക്കറ്റ് നടന്നിരുന്ന സ്ഥലമായത്. അത് ഒരു 4-5 മണിയാകുമ്പോഴത്തേക്കും അവരെല്ലാം ക്ലീൻ ആക്കി പോയി കാണും. അങ്ങനെ ഒരു മാർക്കറ്റ് ഇവിടെ നടന്നെന്ന് നമുക്ക് തോന്നത്തേയില്ല. ഭയങ്കര സാറ്റർഡേ സൺഡേ നല്ല വൈബിൽ മാർക്കറ്റ് നടക്കുന്ന സ്ഥലം. ഒരു 6 മണിക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നേ അറിയത്തേയില്ല. കാരണം ഒരു വേസ്റ്റ് ഒന്നും കാണത്തില്ല. ഈ ഒരു ഭാഗത്താണ് ആ മാർക്കറ്റ് നടന്നിരുന്നത്. ബാക്കി ദിവസങ്ങളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ശരി എന്നാൽ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.